തല്ലിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുള്ള അധികാരം തല്ലിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു അടിച്ചു കൊടുക്കണം. തല്ലിന്റെ ആവശ്യം അല്ല, അതിന് തല ഡ്യൂട്ടി ആയിക്കൊണ്ടോ വീഡിയോ എടുത്തോ. ഇന്ന് ശബരി എക്സ്പ്രസിൽ നടന്ന സംഭവമാണിത്. 70 വയസ്സുകാരനായ വർഗീസ് എന്ന് പറയുന്ന പത്തനംതിട്ട സ്വദേശി ഈ ശബരി എക്സ്പ്രസിൽ കയറുന്നു. മാവേലിക്കരയിൽ നിന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹം ട്രെയിനിൽ കയറുന്നത്. അദ്ദേഹത്തിന് സ്ലീപ്പർ കോച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യം ഒരു ബോഗിയിൽ കയറുന്നു. ആ സമയത്ത് വലിയൊരു തിരക്ക് ആ ബോഗിയിൽ ഉണ്ടാകുന്നു. പിന്നീട് മറ്റൊരു ബോഗിയിലേക്ക് അയാൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് TTE വരുന്നു. TTE വരുന്ന സമയത്ത് ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ വർഗീസ് എന്ന് പറയുന്നയാൾ പറയുന്നു, ഞാൻ 70 വയസ്സ് പ്രായമുള്ള ഒരാളാണ്, എനിക്ക് കൂടുതൽ സമയം നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ TTE ഈ 70 വയസ്സുകാരനായ ഇയാളോട് പെരുമാറിയത് അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള രീതിയിലാണ്. കാരണം ഇയാളുടെ മുഖത്തേക്കടിക്കുന്നു, ഇയാളുടെ കോളർ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിൽ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ഈ വർഗീസ് എന്ന് പറയുന്ന ഇയാളുടെ മുഖത്തേക്ക് ഈ TTE അടിച്ചപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന യാത്രക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ട്രെയിനിൽ ബോഗി മാറി യാത്ര ചെയ്തു എന്ന പേരിൽ ഒരാളെ അടിക്കാൻ പാടില്ല എന്നും അയാൾ ഇത്രയും വയസ്സുള്ള ഒരാളാണ് എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് പെറ്റിയോ മറ്റോ പിഴ ഈടാക്കാമെന്നൊക്കെ പറഞ്ഞ ഈ വിഷയത്തിൽ TTEക്കെതിരെ കുറച്ച് യുവാക്കൾ അല്ലെങ്കിൽ ആ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാർ തിരിയുന്നൊരു സമയത്ത് ഈ TTE ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങുകയും പിന്നീട് അയാൾ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഗീസ് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു സേവനം തന്നെയാണ്. പക്ഷേ റെയിൽവേയുടെ ചില ആളുകളുടെ പ്രവർത്തികൾ അത് ഇത്തരത്തിലുള്ളതാണ്. സീറ്റ് മാറി അല്ലെങ്കിൽ ബോഗി മാറി എന്നുള്ള പേരിൽ 70 വയസ്സ് പ്രായമുള്ള ഒരാളെ വളരെ ക്രൂരമായി മർദ്ദിക്കുക, ആ സഹയാത്രക്കാർ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം പുറം ലോകം അറിഞ്ഞത്. അല്ല എങ്കിൽ ഇയാളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഈ TTE വിനോദ് എന്ന് പറയുന്നയാൾ ആക്രമിക്കുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. സാറേ, ഞാൻ മാവേലിക്കരയിൽ നിന്ന് ആലുവയ്ക്ക് വേണ്ടിയിട്ട് സ്ലീപ്പർ ക്ലാസ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് മാവേലിക്കരയിൽ നിന്ന് ഞാൻ കയറുന്നത്. എന്നിട്ട് അപ്പൊ മാവേലിക്കരയിൽ നിന്ന് കയറുമ്പോ എന്നോട് കൗണ്ടറിൽ നിന്ന് പറഞ്ഞിരുന്നു 11-12 ആണ് ഈ കയറേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ 11-12 ചെന്നപ്പോ ഭയങ്കര തിരക്കാണ്. അപ്പൊ അതിന്റെ അടുത്ത ബോഗിയിൽ ഞാൻ പോയിരുന്നു. അപ്പം TCR വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, 11-12 പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 70 വയസ്സുണ്ട് സാറേ, എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, കോട്ടയത്ത് ആകുമ്പോഴത്തേക്ക് തിരക്ക് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് അവിടെ പോയി ഇരുന്നോളാം. അപ്പോഴത്തേക്ക് അയാൾ എന്റെ ഷർട്ടിന് കയറി പിടിച്ച് പിന്നെ അവിടെ ചങ്ങനാശ്ശേരി വരെ അവിടെ ബഹളങ്ങളായി. അപ്പൊ അവസാനം എന്നെ മർദ്ദിച്ചപ്പം അതുവരെ ആൾക്കാരൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് മർദ്ദിച്ചു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന കുട്ടികള് എന്നെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങള് കോട്ടയം RPFല് കംപ്ലൈന്റ് കൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുത്തെ SHO എന്നോട് പറഞ്ഞത് വി വിൽ കോൾ യു. അത് കഴിഞ്ഞിട്ട് ആ വിനോദ് എന്നാണ് ടീച്ചറിന്റെ പേര്, പുള്ളിയെ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാര്യമായ പരിക്കുകളിലും എന്തോ പരിക്കായിട്ടൊന്നുമില്ല സാർ. അടിച്ചു എന്നുള്ള ഒരു ആക്ട് അവിടെ നടന്നു. പിന്നെ കുറെ തെറി വിളിച്ചു. ഇതൊക്കെയാണ് നടന്നത്.